ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിൽ ചൂട് ഭയങ്കര കൂടുതലാട്ടോ. അപ്പോൾ അന്തരീക്ഷത്തിലെ ഉയർന്ന താപനില മനുഷ്യനെ പോലെ തന്നെ മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇതുമൂലം ഉണ്ടാകുന്നുണ്ട്. ഈ താപനില കൂടുന്നതാണ് ഇതിൻ്റെ പ്രധാന കാരണം. ഉൽപ്പാദനത്തെ നമ്മുടെ താപനില ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ കാട ഫാം ആണെങ്കിലും കോഴി ഫാം ആണെങ്കിലും ഈ ചൂട് കൂടുന്നതുകൊണ്ട് അവരുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നുണ്ട് കേട്ടോ. ഫാമിൽ ഫാൻ ഇട്ട് കൊടുക്കുക, മരങ്ങളുടെ കീഴിലും മറ്റുമൊക്കെ ഫാമുള്ളവർക്കാണെങ്കിൽ ഇത്രയും വലിയ പ്രശ്നങ്ങളില്ല. ഈ കോഴികൾക്കിത് പ്രധാനമായിട്ടുള്ള പ്രശ്നമായിട്ട് വരാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വിയർപ്പ് ഗ്രന്ഥികളില്ലാത്തത് കൊണ്ടാണ്. വിയർപ്പ് ഗ്രന്ഥി ഇല്ലാത്തതുകൊണ്ട് ചൂട് കൂടി കഴിയുമ്പോൾ വെയിറ്റ് ലോസ് സംഭവിക്കും. പിന്നെ ഭക്ഷണം എടുക്കാതെ നിൽക്കും. ഇപ്പം നമുക്കൊക്കെ ആണെങ്കിൽ ഇവിടെ മരവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത്രയും അങ്ങോട്ട് ചൂട് വരുന്നില്ല. ഇനിയിപ്പോൾ അതല്ലാത്തവർക്ക് അതായിരിക്കില്ല അവസ്ഥ. ചൂട് കൂടി കഴിയുമ്പോൾ ഇതുങ്ങൾ ഭക്ഷണം എടുക്കാതെ വരും. ഭക്ഷണം എടുക്കാതെ ഭയങ്കരമായിട്ട് വെയിറ്റ് ലോസ് സംഭവിക്കുകയും അങ്ങനെ ചത്തുപോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ സൂര്യൻ തലയ്ക്ക് മുകളിൽ വരുന്ന ആ ഒരു സമയമുണ്ടല്ലോ, ഒരു 2 മണി തൊട്ട് അല്ലെങ്കിൽ 1 മണി തൊട്ട് ഒരു 2:30 വരെയുള്ള ആ സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കൂട് നനച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് എപ്പോഴും അവരെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. പിന്നെ നനച്ചു കൊടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ നനച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചിറക് രണ്ടും വിടർത്തി പിടിച്ചിട്ട് നാക്ക് പുറത്തേക്കൊക്കെ ഇട്ട് നിൽക്കുന്നതാണ്. അതാണ് ഇവർക്ക് വിയർപ്പ് ഗ്രന്ഥികൾ ഇവരുടെ മേത്തില്ലാത്തതാണ് ഇതിൻ്റെ പ്രധാന കാരണം. പിന്നെ കമ്പനിയിലെ തീറ്റയിൽ തന്നെ അവർ തന്നെ ഫോർമുലാസൊക്കെ മാറ്റുന്നുണ്ട്. ഇപ്പോൾ കൂടുതൽ തണുപ്പ് കിട്ടുന്ന രീതിയിലൊക്കെ ആയിട്ടുള്ള ഫുഡുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ തമിഴ്നാടൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഇതിനേക്കാളും കൂടുതൽ മോർട്ടാലിറ്റിയാണെന്ന് പറഞ്ഞത്. നിരവധി എണ്ണങ്ങൾ മിനിറ്റുകൾ വെച്ചിട്ടാണ് ചത്തുപോകുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടുത്തെ ചൂടും കാര്യങ്ങളും ഇപ്പം നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇത്രയും മരങ്ങളും കാര്യങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു തണുപ്പുണ്ട്. എന്നാൽ പോലും നമ്മൾ അതുപോലെ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ഇത് കണ്ടോ, നമുക്ക് കിട്ടാവുന്ന ഫ്രൂട്ട്സ് കാര്യങ്ങൾ, പപ്പായ ആയിക്കോട്ടെ തണ്ണിമത്തനായിക്കോട്ടെ അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ പറമ്പിൽ തന്നെ കിട്ടുന്ന വാഴയുടെ കാര്യങ്ങൾ, കൂമ്പുകളൊക്കെ ആണെങ്കിലും അതൊക്കെ നല്ല ജലാംശമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ മാക്സിമം നമ്മൾ എത്തിച്ചു കൊടുക്കുക. പിന്നെ ഇതുണ്ടോ, ഓല കാര്യങ്ങളൊക്കെ കിട്ടുമെങ്കിൽ അതെല്ലാം വെട്ടി അതിൻ്റെ കൂടിൻ്റെ മുകളിലൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും. പിന്നെ ഇതാണ് നമുക്കിവിടെ ഓലയൊക്കെ വെട്ടാൻ പാകത്തിന് നിപ്പുണ്ട്. പിന്നെ നമ്മളെന്ന് പറഞ്ഞാൽ വെള്ളവും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. പനിക്കൂർക്കയുടെയും തുളസിയും കറ്റാർ വാഴയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടും മഞ്ഞളൊക്കെ ഇട്ടിട്ടാണെങ്കിൽ നമ്മൾ ആവശ്യാനുസരണം വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ മേത്ത് ജലാംശം കുറഞ്ഞു പോകാതിരിക്കും. പിന്നെ നമുക്ക് വെയിലൊക്കെ കുറഞ്ഞ സമയത്ത് അഴിച്ചു വിടുക. നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഇപ്പം മുരിങ്ങയിലയൊക്കെ ധാരാളമുണ്ട്. അപ്പോൾ ഞാൻ അതെല്ലാം അവർക്ക് കൊടുക്കുന്നുണ്ട്. അതൊക്കെ അവരുടെ മേത്തെ ആ ഒരു ജലാംശം നഷ്ടപ്പെട്ടു പോകാതെ നിൽക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഹോട്ടൽ ബിസിനസ്സുകളെല്ലാം ആണെങ്കിലും എല്ലാം ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഇത് വലിയൊരു നഷ്ടത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ചൂട് കൂടുമ്പോൾ അവരുടെ മരണനിരക്കും കൂടി കൂടുമ്പോൾ അത് ഭയങ്കരമായിട്ട് സാധാരണ കർഷകരെയൊക്കെ ബാധിക്കുന്നതായിട്ട് അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കോഴി വളർത്താൻ ഏറ്റവും പറ്റിയ താപനില എന്ന് പറയുന്നത് 19 ഡിഗ്രി സെൽഷ്യസിനും ഒരു 28 ഡിഗ്രി സെൽഷ്യസിലും ഒക്കെയാണ്. പക്ഷെ നമുക്കറിയാം ഇന്ന് അതല്ല അവസ്ഥ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം.